ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ ഡോണ്ട് ടേൺ ഔട്ട് ദ ലൈറ്റ്സ് എന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒലിവിയ എന്ന പെൺകുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത്. ആ സെലിബ്രേഷൻ നടക്കുന്നത് സിറ്റിയിൽ നിന്നും കുറച്ച് അകലെ വെച്ചാണ്. അവളുടെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ഇവളാണ് കാരി. അവൾ അങ്ങോട്ട് വരുന്ന ടൈമിൽ ഒരു ചെറിയ പെൺകുട്ടി തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. കാരി അവളോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ കുട്ടി ഒന്നും മിണ്ടുന്നില്ല. അവളെ തന്നെ നോക്കി നിൽക്കാണ്. കാരിക്ക് എന്തോ വശവിശക്ക് തോന്നി നിൽക്കുമ്പോഴാണ് വേറൊരു പെണ്ണ് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നത്. അത് വേറെ ആരുമല്ല, അവളുടെ ഫ്രണ്ട് തന്നെയായിരുന്നു. പേര് വന്നിട്ട് ഗാബി. ഗാബി ഒരു അത്ലറ്റ് ആണ്. ഇപ്പോൾ അവളുടെ കാലിന് തീരെ വയ്യ, അതുകൊണ്ട് ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയില്ല എന്നൊക്കെ കാരിയോട് പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. ഇവന്റെ പേരാണ് ക്രിസ്, ഗാബിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. അങ്ങനെ അവരെല്ലാവരും ഒരുപാട് നാളായി പരസ്പരം കണ്ടിട്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പി ആവാണ്. അന്നേരം സാറ എന്ന പെൺകുട്ടി അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവൾ കുറച്ച് പണക്കാരിയായിരുന്നു. ഒലൂബിയ വന്നിട്ട് അവരോടായിട്ടൊരു കാര്യം പറയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്റെ കയ്യിൽ ബ്ലൂ ലൈറ്റ് മ്യൂസിക്കൽ ഫെസ്റ്റിവലിന് ടിക്കറ്റ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അവിടെ പോയി എൻജോയ് ചെയ്യാമെന്ന് പറയാണ്. അത് കേട്ട് അവരെല്ലാവരും ആകെ ത്രില്ലടിക്കുകയാണ്. ഇപ്പോൾ പുറപ്പെട്ടാലേ അവിടെ എത്താൻ പറ്റൂ എന്ന് പറഞ്ഞ് ഒലീവിയയുടെ ബോയ് ഫ്രണ്ട് മൈക്കിളിന്റെ അടുത്തേക്ക് പോകാണ്. അവൻ അവർക്ക് പോകാനായി അവന്റെ അങ്കിളിന്റെ ആർവിയുമായാണ് വന്നത്. അവന്റെ ഫ്രണ്ട് ജെയ്സൺ ആ വണ്ടിയിലുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫ്രണ്ട്സ് എല്ലാവരും വളരെ ഹാപ്പിയായി ആർവിയിൽ കയറി യാത്ര തുടങ്ങാണ്. ഇതുപോലെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കളിയും തമാശയുമായി മുൻപോട്ട് പോകുന്നു. ലോങ് പോകാനുള്ളതല്ലേ. അങ്ങനെ നേരെ വണ്ടി ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തി. സാറയും ഗാബിയും പുറത്തിറങ്ങി. ആ ഗ്യാസ് സ്റ്റേഷനിൽ നിന്നിരുന്ന ട്രക്ക് ഡ്രൈവേഴ്സ് അവരെ കണ്ട് വളരെ മോശമായി അവരോട് സംസാരിക്കുകയും ആക്ഷൻസ് കാണിക്കുകയും ചെയ്യാണ്. അത് കണ്ട് കട്ട കലിപ്പോടെ അവർ ആ ഡ്രൈവറോട് സംസാരിക്കുന്നതിനിടയിൽ ജെയ്സൺ വന്ന് അവർ രണ്ടിനെ നല്ലോണം ഇടിച്ച് ശരിയാക്കാണ്. അവനെ അവർക്കൊന്നും വലിയ പരിചയമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ ഫൈറ്റ് കണ്ട് അവർ ആകെ സർപ്രൈസ് ആയി. കൂടെ അവന്റെ ഫാനുമായി മാറി. അങ്ങനെ അവരെല്ലാവരും വേഗം ആർവിയിൽ കയറി അവിടെ നിന്നും മെല്ലെ സ്കൂട്ടായി. ഹാപ്പിയായി നിന്ന് അവരെല്ലാവരും ഇപ്പോൾ കുറച്ച് ടെൻഷനിലാണ്. കാരണം അങ്ങനെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ട് തന്നെ അവർ അടങ്ങിയിരിക്കുമോ, അവര് പിന്നാലെ വരുമോ എന്നൊക്കെയുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. അവർ പേടിച്ചതുപോലെ ആ ട്രക്ക് എടുത്ത് ആർവിക്ക് പിന്നാലെ അവർ എത്തിയിരുന്നു. നേരെ പോയി അതിന്മേലേക്ക് ഒറ്റയിടി. മൈക്കിൾ എങ്ങനെയൊക്കെയോ ഡ്രൈവ് ചെയ്യാണ്. പെട്ടെന്ന് അതിലൊരുത്തൻ അവർക്ക് നേരെ ഫയർ ചെയ്തു. മൈക്കിൾ ഒരു റോഡ് കാണുകയും ആ റോഡിലേക്ക് വണ്ടി തിരിച്ച് ഗൺഷോട്ടിൽ നിന്ന് തലനാഴിലേക്ക് രക്ഷപ്പെടാണ്. അവർ അവിടെ തന്നെ ഉണ്ടാകുമോ എന്ന് കരുതി തിരിച്ചു പോകാതെ റോഡിലൂടെ തന്നെ നേരെ പോവാണ്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവർ ആർവി സൈഡാക്കി നിർത്തി. ഇപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. മൈക്കിൾ നേരെ പോയി വണ്ടിക്ക് പറ്റിയ ഡാമേജസ് നോക്കാണ്. കാരണം ആർവി അവന്റെ അങ്കിളിന്റെയാണ്. അന്നേരം കാരി ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഒലീവിയ അതിന് സമ്മതിച്ചില്ല. അവരുടെ പ്ലാനിങ് എല്ലാം പൊളിയുമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അതുപോലെ മൈക്കിൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സാറ വന്നിട്ട് പറയാണ്, ഇതിന്റെ ചെലവ് ഞാൻ എടുത്തേക്കാമെന്ന്. അപ്പോഴാണ് അവന് ആശ്വാസമായത്. ഇപ്പോൾ അവരെല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഗാബി ഫോൺ എടുത്ത് മാപ്പ് നോക്കി. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് അതിലൂടെ പോകാമെന്ന് പറയാം. അങ്ങനെ അവരെല്ലാവരും ആർവിയിൽ കയറി യാത്ര തുടർന്നു. എന്നാൽ പോകെ പോകെ നെറ്റ്വർക്ക് എല്ലാം പോയി. ചുറ്റും കാട്. മാപ്പ് ഇപ്പോൾ കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ ഒരു ഏകദേശ ധാരണയിൽ വണ്ടി തിരിക്കുകയാണ്. കുറച്ചു നേരം കൊണ്ട് തന്നെ അവരെല്ലാവരും പഴയ പോലെ പെരുമാറാൻ തുടങ്ങി. വളരെ സന്തോഷത്തോടെ എല്ലാം മറന്ന് കളിയും ചിരിയുമായി. അങ്ങനെ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴാണ് റോഡരികിൽ ഒരു ലക്ഷറി കാർ നിർത്തിയിരിക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവർ ഈ വഴിയിൽ എവിടെയും ഒരു കാറോ ബൈക്കോ മനുഷ്യരെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഒരു കാറ് തന്നെ കാണുന്നത്, അതും ആരുമില്ലാതെ. ഇപ്പോൾ അവർക്കൊരു പേടിയൊക്കെ തോന്നി തുടങ്ങി. എന്നാൽ ആ യാത്ര തുടർന്നു. അങ്ങനെ രാത്രിയായി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവർ ഒരു ബാറ് കാണാനിടയായി. കാരിയും മൈക്കിളും ആർവിയിൽ നിന്നിറങ്ങി അതിനുള്ളിലേക്ക് കയറി. അവർ റോഡിനെ പറ്റി ചോദിച്ചു. എന്നാൽ അവിടെ അകത്തും പുറത്തുമുണ്ടായിരുന്നവരൊക്കെ ഇവരെ കണ്ടിട്ട് വളരെ വിചിത്രമായിട്ടാണ് നോക്കിക്കാണുന്നത്. മനുഷ്യന്മാരെ കാണാത്ത പോലെ. അവർ ആ റോഡിനെ പറ്റിയും ആ മ്യൂസിക്കൽ ഫെസ്റ്റിവലിനെ പറ്റിയും പറഞ്ഞപ്പോൾ, നിങ്ങൾ തിരിച്ചു പോയിക്കോ, ഈ റോഡ് നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്കല്ല എന്ന് പറയാണ്. അയാളുടെ പെരുമാറ്റം കണ്ടിട്ട് അവർക്ക് പേടി തോന്നുന്നുണ്ടായിരുന്നു. അവർക്ക് കുടിക്കാൻ പോലും ഒന്നും കൊടുക്കാതെ ആ ബാറിന്റെ ഓണർ അവരോട് തിരിച്ചു പോകാൻ ഭീഷണിപ്പെടുത്തി. അവസാനം അവർ രണ്ടാളും ആർവിയിൽ കയറിയിരുന്നു. അപ്പോൾ കാരി മറ്റൊരു കാര്യം കാണുന്നുണ്ടായിരുന്നു. അവരെ മുൻപ് അറ്റാക്ക് ചെയ്ത ആ ട്രക്ക് അതുപോലെ തോന്നുന്നു അതിലൂടെ പാസ് ചെയ്തു പോയി. അതായിരിക്കില്ല എന്ന് കരുതി അവൾ മൈൻഡ് ചെയ്യാതെ ആർവിയിൽ കയറിയിരിക്കുകയാണ്. കാരി
കാരിയും മൈക്കിളും അവരുടെ ബിഹേവിയറിനെ പറ്റി അവരോട് പറഞ്ഞു കൊടുത്തു. അന്നേരം ജെയ്സൺ അവന്റെ കയ്യിൽ ഒരു പേപ്പർ മാപ്പ് ഉണ്ട്, അത് വെച്ച് നമുക്ക് മുൻപോട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ വണ്ടിയെടുത്ത് യാത്ര വീണ്ടും തുടർന്നു. പെട്ടെന്ന് ആർവിയിൽ എന്തോ ഒന്ന് ഇടിച്ചതുപോലെ മൈക്കിൾ ബ്രേക്ക് പിടിച്ച് ആർവി നിർത്തി. അത് ഇനി ആ ട്രക്കാണോ? എന്നാൽ ആ ട്രക്ക് അവിടെയില്ല. അപ്പോൾ കാരി പറയാണ്, ഇനി മനുഷ്യന്റെ മേലെങ്ങാനും വണ്ടി കയറിയോ, ഒന്ന് പുറത്തു പോയി നോക്കാമെന്ന് പറയാണ്. അന്നേരം മൈക്കിൾ ആർവി സ്റ്റാർട്ടാക്കി. എന്നാൽ ആർവി ഓൺ ആവുന്നില്ല. അവൻ ആകെ ടെൻഷനായി പോയി. അപ്പോഴാണ് ഒരു കാര്യം അവൻ അവരോട് പറയുന്നത്. അവന്റെ അങ്കിളിന്റെ ആർവി അങ്കിളിനോട് പറയാതെയാണ് എടുത്തു കൊണ്ടുവന്നത്. ഇതിന് എന്തെങ്കിലും പറ്റിയാൽ അങ്കിൾ എന്നെ കൊന്നുകളയുമെന്ന് പറയാണ്. അവർ അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എന്താണ് പ്രോബ്ലം എന്നറിയാൻ മൈക്കിൾ ആർവി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ടോർച്ചെടുത്ത് ചുറ്റിലും അടിച്ചു നോക്കി. പക്ഷെ അവിടെ എവിടെയും ഒന്നുമില്ല. ചുറ്റിലും കാടാണ്. അവൻ ആർവി നോക്കി ചെക്ക് ചെയ്ത് അത് സ്റ്റാർട്ടായി. എന്നാൽ മൈക്കിൾ എന്തോന്ന് ആ കാട്ടിൽ കണ്ട് ടോർച്ചെടുത്ത് ലൈറ്റ് ഓണാക്കി മുൻപോട്ട് നടന്നു. അത് ഒലീവിയെ കാണുന്നുണ്ടായിരുന്നു. അവൾ അവനെ നോക്കി നിൽക്കെ പെട്ടെന്നാണ് ഒലീവിയെ നിലവിളിച്ച് ശബ്ദമുണ്ടാക്കുന്നത്. അവൾ എന്തോന്ന് കണ്ട് പേടിച്ച് അവളുടെ ബോധം പോവാണ്. പെട്ടെന്ന് അവിടെ മൊത്തം ഒരു ശബ്ദം കേൾക്കാണ്. മൈക്കിൾ മൈക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ ചേർന്ന് വിളിച്ചാൽ എങ്ങനെയുണ്ടാകും? അതുപോലെ നട്ടപ്പാതിരാക്ക് ഇതുപോലൊരു സൗണ്ട് കേട്ടാൽ പേടിക്കാൻ വേറെ എവിടേക്കെങ്കിലും പോകണോ? അതുപോലെ അവരെല്ലാവരും പേടിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നേരം കൂട്ടത്തിൽ കുറച്ചധികം ധൈര്യമുള്ളത് ജെയ്സൺ ആയിരുന്നു. ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ച് തോക്കെടുത്ത് അവന്റെ കൂട്ടുകാരൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ജെയ്സൺ പുറത്തേക്കിറങ്ങി. അതുമെടുത്ത് ഫോണിലെ ലൈറ്റ് ഓൺ ആക്കി കാട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് മൈക്കിളിന്റെ ഫേസ് അവൻ കാണുന്നുണ്ട്. പിന്നെ അകത്തുള്ളവർ കേൾക്കുന്നത് ഗൺഷോട്ടിന്റെ സൗണ്ടാണ്. ജെയ്സണും കൊല്ലപ്പെട്ടെന്ന് അവർ കരുതി. അന്നേരം കാരി ഉള്ള ധൈര്യം വെച്ച് വിൻഡോ വഴി പുറത്തേക്ക് നോക്കാണ്. അപ്പോൾ ഒരു കൈ വന്നിട്ട് അവളുടെ കൈ ടച്ച് ചെയ്യാണ്. ആ കയ്യിലുള്ള ഡ്രസ് അത് ഒലിവിയുടെ ഡ്രസ്സ് പോലെ. കാരി പേടിച്ചു പോകാണ്. പെട്ടെന്ന് തന്നെ ആർവിയുടെ ഡോർ ഓപ്പൺ ആയി. അവർ 3 പേരും ആ ഡോർ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ജെയ്സൺ ശരീരം മൊത്തം ചോരയോടെ അവിടേക്ക് ഓടി വന്നത്. അവരോട് എന്തോ ഒന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവനെ എന്തോ ഒന്ന് വന്ന് പിന്നിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി. പിന്നെ പറയണ്ടല്ലോ, അവർ 3 പേരുടെയും കിളി പോയി. അമ്മാതിരി സീനല്ലേ അവർ കണ്ടത്. ഗാബി വേഗം പോയി ഡോർ അടച്ച് സെക്യൂർ ആക്കി. അതുപോലെ വിൻഡോ എല്ലാം വലിച്ചടച്ചു. അന്നേരം ചില ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നത് നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ അടച്ച വിൻഡോസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തുറന്നു വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആർവി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി പോയി നോക്കുവാണ്. വണ്ടി ഓണായി. അവർ വളരെ സ്പീഡിൽ അത് ഓടിച്ചു. രക്ഷപ്പെട്ടു എന്ന് അവർ കരുതിയെങ്കിലും അത് ആ വണ്ടി വന്ന പോലെ റിവേഴ്സ് അടിച്ചു പോകുന്നു. എന്നിട്ട് നേരത്തെ നിന്ന അതേ സ്ഥലത്തെത്തി. വീണ്ടും സ്റ്റാർട്ടാക്കാൻ നോക്കിയെങ്കിലും എഞ്ചിൻ ഓൺ ആവുന്നില്ല. അപ്പോഴാണ് കാരി അവരോട് ആ കാര്യം പറയുന്നത്. ഞാൻ അന്നേരം കണ്ടത് അത് ഒലീവിയുടെ കൈയാണ്. ഇനി അവളെങ്ങാനും നമ്മളെ പ്രാങ്ക് ചെയ്യുകയാണോ? എന്നാൽ അത് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഗാബി ഒരു കാര്യം ചെയ്യാൻ പോകുവാണ്. അവൾക്ക് സിഗരറ്റിന്റെ സ്മെല്ല് തീരെ ഇഷ്ടമല്ല. അത് വലിച്ചടുത്ത് പോയാൽ ഉറക്കം അഭിനയിച്ച് കിടക്കുവാണെങ്കിൽ താനെ എഴുന്നേറ്റോളും എന്ന് പറയാണ്. അങ്ങനെ അവർ 3 പേരും ആശ്വാസത്തിലിരിക്കുകയാണ്. സാറ ഒലീവിയുടെ അടുത്ത് പോയി സിഗരറ്റ് വലിച്ചു അവൾക്ക് മേലേക്ക് പുകയാക്കാണ്. എന്നാൽ ഒലീവി എഴുന്നേറ്റില്ല. നമ്മൾ കരുതിയ പോലെ ഒന്നുമല്ല, ഇവിടെ എന്തോ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൊടൂരമായി ചിരി കേൾക്കുന്നു. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കെ ആർവിയിൽ വല്ല വെപ്പൺസും ഉണ്ടാകുമെന്ന് നോക്കാൻ അകത്ത് കയറി തപ്പി നോക്കുകയാണ്. അപ്പോഴാണ് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രിസിനെ അവർ കാണുന്നത്. അവൻ പകുതി ബോധത്തിലാണ്. എന്തൊക്കെ പിച്ചുമ്പയും പറയുന്നുണ്ട്. ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആ മൈക്കും ജേസനും മരിച്ചു പോയെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചിരിക്കെ അവൻ പിന്നെയും ബോധം നഷ്ടപ്പെട്ട് മയങ്ങിപ്പോയി. അവർ അവനരികിൽ ഇരിക്കുമ്പോഴാണ് അവിടെ ഒലീവിയ കയ്യിൽ ഫോണും പിടിച്ചു നിൽക്കുന്നത്. അവൾ ആരോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവർ എന്ത് ചോദിച്ചിട്ടും റെസ്പോൺസ് ഇല്ല. അപ്പോഴാണ് അവർക്ക് അവരുടെ ഫോണിനെ പറ്റി ഓർമ്മ വന്നത്. ഇനി അതിൽ സിഗ്നൽ ഉണ്ടാകുമോ എന്ന് കരുതി അവർ അവരുടെ ഫോൺ എടുത്ത് നോക്കി. പക്ഷേ സിഗ്നൽ ഇല്ല. ഇതെന്ത് മായാജാലം എന്ന് കരുതി. അത് മാത്രമല്ല, ഒലിവിയ നിന്ന സ്ഥലത്ത് ഇപ്പോൾ അവളില്ല. പകരം ആ ഫോൺ മാത്രമാണുള്ളത്. ഡിസ്പ്ലേയിൽ മൈക്കിൾ എന്ന് കാണിക്കുന്നുണ്ട്. സാറ എടുത്ത് ആ ഫോൺ എടുത്ത് സംസാരിച്ച്. എന്നാൽ അവൾ പറയുന്നത് തന്നെ തിരിച്ചു കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒലീവിയ ആർവിക്ക് പുറത്തെത്തിയിരുന്നു. അവളെ തിരിച്ചു കയറ്റാൻ വേണ്ടി ആർവിയുടെ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല. ഒലീവിയ മൈക്കിളിനോട് സംസാരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും അവൾ നടക്കുന്നത് നോക്കി നിന്നു. അപ്പോഴാണ് ഒലീവിയയ്ക്ക് ബോധം വന്നത്. അന്നേരം അവിടെ മൊത്തം ഒരു പുകമറ. വന്നു നിൽക്കുന്ന സ്ഥലം മനസ്സിലായതും അവൾ തിരിച്ചോടി. പക്ഷെ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. അവരും തന്നെ ഡോർ ഓപ്പൺ ചെയ്യണമെന്ന്
എന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുമ്പോഴാണ് ആ റോഡിന് നടുവിലായി മറ്റൊരു ഒലീവിയെ നിൽക്കുന്നത് കാണുന്നത്. ഗാബി രണ്ടും കൽപ്പിച്ച് ഡോർ തുറക്കാൻ നോക്കിയെങ്കിലും സാറ അതിന് സമ്മതിച്ചില്ല. കുറച്ചു നേരം കൊണ്ട് തന്നെ ഒലീവിയെ കാണാനില്ല. ഇത് ഭൂതമാണോ പ്രേതമാണോ ചെയ്യുന്നതെന്ന് മനസ്സിലാവാതെ അവർ ആകെ ആശയക്കുഴപ്പത്തിലാവാണ്. വീണ്ടും വീണ്ടും പല പല ശബ്ദങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. അവർക്ക് കയ്യിൽ കിട്ടിയ ആയുധമെല്ലാം എടുത്ത് റെഡിയായി നിൽക്കാണ്. അങ്ങനെ ഗാബി ഞാൻ എന്തായാലും പുറത്തുപോയി എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അവൾ ഒരു അത്ലറ്റ് ആണല്ലോ, കുറച്ചൊക്കെ ധൈര്യമുണ്ട്. എന്നാൽ ഡോർ തുറന്ന് അവൾ കാണുന്നത് ഒലീവിയ കൊടൂരമായി കൊല്ലപ്പെട്ടതാണ്. അവൾ ആ കാഴ്ച കണ്ടതും അവരോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് അവൾ ഇപ്പോൾ കൊല്ലപ്പെട്ടത്. അപ്പോഴേ ഡോർ ഓപ്പൺ ചെയ്ത് അവളെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞതില്ലേ. അവൾ ആകെ സങ്കടപ്പെട്ട് ആ കാട്ടിനുള്ളിലേക്ക് നടന്നുപോയി. അങ്ങനെ അവർ രണ്ടുപേരും മാത്രമായി ആർവിയിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് TV ഓണായി. പക്ഷെ സാറയെ മാത്രമേ TVയിൽ കാണുന്നുള്ളൂ. കാരിക്ക് പകരം വേറെ എന്തോ ഒന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് പേടിച്ച് അവർ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ക്രിസിനെ അവർ കാണുന്നത്. അവൻ ബോധമൊക്കെ വന്ന് എഴുന്നേറ്റ് വന്ന് അവർ പറയുന്നതൊക്കെ കേൾക്കാണ്. എന്നാൽ അവന് വെറും തമാശയായി മാത്രമാണ് തോന്നുന്നത്. പെട്ടെന്നാണ് അവിടെ മൊത്തം ശബ്ദം കേൾക്കുന്നത്. അതുപോലെ ഓരോന്നും നേരിൽ കാണാനും തുടങ്ങി. അങ്ങനെ അവൻ RV റെഡിയാക്കി നോക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവൻ ടൂൾസ് എടുത്തു വെച്ച് RV റെഡിയാക്കാൻ നിന്നതും ടൂൾസ് വെച്ച സ്ഥലത്ത് കാണാനില്ല. എല്ലാ സ്ഥലവും നോക്കിയപ്പോഴുണ്ട് ആർവിയുടെ ചുവട്ടിൽ കാണുന്നു. ആർവിക്കടിയിലേക്ക് നിന്ന് അതെടുക്കാൻ പോയതും അതിലെ ഒരു കത്തി അവന്റെ കയ്യിൽ വന്ന് കയറാണ്. ആ ടൈം തന്നെ അവനെ ആരോ വലിച്ചു. അത് വേറെ ആരുമല്ല, കാരി ആയിരുന്നു. അങ്ങനെ അവൾ ലൈറ്റൊക്കെ ഓണാക്കി കൊടുത്ത് അവനെ ഹെൽപ്പ് ചെയ്തു. വണ്ടിയൊക്കെ റെഡിയാക്കി നിന്നപ്പോഴാണ് ഗ്യാസ് ഇല്ല എന്ന് മനസ്സിലാവുന്നത്. അവർ രണ്ടുപേരും അത് ചെക്ക് ചെയ്യാൻ പോയ നേരം സാറ ആർവിക്കകത്ത് ഒറ്റയ്ക്കാണ്. അവൾ അവിടെ ഇരിക്കെ ആർവിയുടെ ഡോർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവാണ്. അവിടെ ഒലീവിയയുടെ വോയിസ് വളരെ ഉച്ചത്തിൽ കേട്ടോണ്ടിരുന്നു. അവൾക്കത് കേൾക്കാൻ കഴിയാതെയായി. അവളുടെ രണ്ട് ചെവിയും പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ക്രിസും കാരിയും പരസ്പരം സംസാരിച്ചു നിൽക്കുമ്പോഴാണ് സാറ കരയുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. അപ്പോഴേക്കും സാറ അവിടെ ഒരു കറുത്ത രൂപം വന്നു നിൽക്കുന്നത് കാണുന്നുണ്ട്. അവൾ കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് ആ രൂപത്തെ കുത്തി. എന്നാൽ അത് കാരി ആയിരുന്നു. ക്രിസ് ആവട്ടെ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ പുറത്തും പെട്ടു. അവൻ ഡോർ തുറക്കാൻ പറയുന്ന ടൈമാണ് ദൂരെ ഒരു വെളിച്ചം കാണുന്നത്. അത് ഒരു വാഹനത്തിന്റെ ആയിരുന്നു. ലൈറ്റ് കണ്ടപാടെ ഹെൽപ്പിന് വേണ്ടി ക്രിസ് ആ കാറിന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ ആ ലൈറ്റ് ഓണായും ഓഫായും കളിക്കാണ്. ക്രിസ് അത് കണ്ടതും സംഗതി വശവിശകാണെന്ന് മനസ്സിലാക്കി തിരിച്ചോടി. എന്നാൽ ആർവിയുടെ മുൻപിലുണ്ടായിരുന്ന മാൻകൊമ്പിൽ കുത്തി അവൻ മരണപ്പെടാണ്. ഇവിടെ സാറയും കാരയും ഇനി തങ്ങളെയും ആ സാധനം കൊല്ലുമെന്ന് പ്രതീക്ഷിച്ചിരിപ്പാണ്. പെട്ടെന്ന് സാറ വളരെ വിയേർഡായിട്ട് പെരുമാറാണ്. കാരിയുടെ കഴുത്തിൽ കയറി പിടിച്ചു. അപ്പോഴാണ് മറ്റൊരു സാറ റെസ്റ്റ് റൂമിൽ നിന്ന് പുറത്തു വരുന്നത്. അവൾ വന്ന് വീണ്ടും കത്തിയെടുത്ത് കാരിയെ കുത്തി. ഇപ്പോഴാണേലോ അവിടെ ഉണ്ടായിരുന്ന റേഡിയോ ഓൺ ആവുകയും സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട ആ കുട്ടി പാടുന്ന പാട്ട് കേൾക്കാണ്. കാരിക്ക് അത് കേട്ടിട്ട് താങ്ങാൻ കഴിയാതെ ആ ഓഡിയോ സിസ്റ്റം തന്നെ അടിച്ചു തകർത്തു. അപ്പോഴാണ് കാരിയുടെ പുറകിലെ ടാറ്റു സാറ കാണുന്നത്. ആ ടൈമിൽ അവിടെ മൊത്തം പെട്ടെന്ന് ഒരു പുക നിറഞ്ഞു. കാരി പുറത്തേക്കിറങ്ങിയതും ഡോർ അടഞ്ഞു. എന്നാൽ സാറയ്ക്ക് പുറത്തേക്കിറങ്ങാൻ സാധിച്ചില്ല. മൊത്തത്തിൽ പുക വന്ന് അവളെ മൂടി. കാരി ആവട്ടെ കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. ആ വഴിയിലുടനീളം ആ പെൺകുട്ടിയുടെ പാട്ടാണ് അവൾ കേൾക്കുന്നത്. അവൾ പോകുന്ന സമയത്ത് ഒരു മുറിഞ്ഞ കാൽ കാണാനിടയായി. അത് ഗാബിയുടേതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അത് കണ്ടിട്ട് പേടിച്ച് അവൾ അവിടെ നിന്ന് വീണ്ടും ഓടി. അവസാനം മെയിൻ റോഡിൽ ചെന്നെത്തി. രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഒരു ട്രക്ക് അവളുടെ അടുത്തേക്ക് വരുന്നതും അവൾ മാഞ്ഞു പോകുന്നതും. അടുത്ത സീനിൽ ഒരു കാറിൽ കുറച്ചുപേർ അതേ വഴിയിലൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. അവർ ആ ആർവിയും കാണുന്നുണ്ട്. എന്നാൽ കാരിയും കൂട്ടരെയും പോലെ അതൊന്നും കാര്യമാക്കാതെ അവരും യാത്ര തുടർന്നു. അവർ ഇനി തിരിച്ചു വരില്ല എന്ന് സിനിമ കാണുന്ന നമുക്കറിയാം. ശരിക്കും അവരെയൊക്കെ കൊല്ലുന്നത് ആരാണെന്ന് ഇതിൽ കാണിച്ചിട്ടില്ല. ചിലപ്പോൾ പാർട്ട് 2 വരുമായിരിക്കും. ഏതായാലും മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.